ഹലോ ഓൾ. ബേസിക് സർവേയിങ്ങില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർവേ ലൈൻ യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് സർവേ വർക്ക്. ഓക്കെ, സർവേ ലൈൻ. അപ്പൊ നമുക്കറിയാം ബേസ് ലൈൻ ഉണ്ട്, ചെക്ക് ലൈൻ ഉണ്ട്, അല്ലെ, ടൈ ലൈൻ ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ബേസ് ലൈൻ എന്ന് പറയുന്നതാണ് ലോങ്സ്റ്റ് ലൈൻ. ഓക്കെ, ചെക്ക് ചെയ്യാൻ വെരിഫിക്കേഷന്റെ മറ്റൊരു മീനിങ് ആണ് ചെക്ക്. അപ്പൊ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈനിന്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ആൻസർ? ചെക്ക് ലൈൻ. ഓക്കെ, ഇനി ഡിഫൈൻ പ്ലെയിൻ സർവേയിങ്. നമുക്കറിയാം പ്ലെയിൻ സർവേയിങ്ങില് കർവേച്ചർ ഓഫ് ദ എർത്ത് ഇസ് നോട്ട് കൺസിഡേർഡ്. 260 കിലോമീറ്റർ സ്ക്വയറിനെക്കാളും ചെറിയ ഏരിയയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സർവേ ലൈൻസും സ്ട്രെയിറ്റ് ആയിരിക്കും. ട്രയാങ്കിൾസ് എല്ലാം പ്ലെയിൻ ട്രയാങ്കിൾ ആണ്. സോ സാധാരണ ട്രിഗ്നോമെട്രി വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും കുറച്ച് പോയിന്റ്സ് എഴുതുക. മെറിഡിയൻ പാസിംഗ് ത്രൂ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. സൗത്ത് പോൾസ് ഇസ് കോൾഡ്. പോൾസിലൂടെ പാസ് ചെയ്യുന്നതാണ് ട്രൂ മെറിഡിയൻ. അല്ലെങ്കിൽ ജോഗ്രഫിക് പോൾസ് എന്ന് ചോദിച്ചാലും ട്രൂ മെറിഡിയൻ ആണ്. പക്ഷെ മെറിഡിയൻ പാസിംഗ് ത്രൂ നോർത്ത് ആൻഡ് മാഗ്നറ്റിക് പോൾസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ. സോ ദാറ്റ് ഇസ് ദ ആൻസർ. സോ ഹിയർ നോർത്ത് ആൻഡ് സൗത്ത് ജോഗ്രഫിക് പോൾ ആയതുകൊണ്ട് ആൻസർ എന്താണ്? ട്രൂ മെറിഡിയൻ. ഡിഫൈൻ ദ ടേം ഡിപ്പ്. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിത്ത് ദ ഹൊറിസോണ്ടൽ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ഡിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് എസ് ഡിപ്പ്. സോ ഇത് നമ്മൾ മാഗ്നറ്റിക് അല്ലെങ്കിൽ കോമ്പസ് സർവേ എന്നുള്ള ആ ഒരു മോഡ്യൂളിൽ പഠിച്ച കാര്യമാണ്. എനി ഇൻഫ്ലുവൻസ് വിച്ച് പ്രിവെന്റ്സ് എ മാഗ്നറ്റ് ഫ്രം പോയിന്റിംഗ് ടു നോർത്ത് ഇസ് കോൾഡ്. നോർത്തിലേക്ക് പോയിന്റ് ചെയ്യാൻ നീഡിലിനെ അനുവദിക്കാതെ തടയുന്നത്. നമുക്കറിയാം നമ്മൾ കോമ്പസ് സർവേ ചെയ്യുമ്പോൾ അതിനടുത്ത് എവിടെയെങ്കിലും അയൺ ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഹീപ്പ് ഓഫ് മെറ്റൽ, അല്ലെ, സ്റ്റീല്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്പെക്ടക്കിൾസ് ആയാലും മതി, ചെറിയ എന്തെങ്കിലും അങ്ങനത്തെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈയോ ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പസ് ട്രൂ അല്ലെങ്കിൽ ശരിക്കുള്ള നോർത്ത് പകരം ഈ ലോക്കൽ ആയിട്ടുള്ള ആ ഒരു എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസിലോട്ട് കാണിച്ചു തരും. ഓക്കെ, അതിനെയാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഇസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇസ് കോൾഡ് ആസ് ലോക്കൽ അട്രാക്ഷൻ. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ സർഫസ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫർഡ് ടു ഇസ് കോൾഡ്. അല്ലെ, ലെവലിംഗിൽ നമ്മൾ ഏതൊരു സർഫസ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ഡേറ്റം. ആൻസർ ഇസ് ഡേറ്റം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ മീൻ സീ ലെവൽ എന്നും കൂടെ എഴുതാം, കുഴപ്പമില്ല. A permanent point whose reduced level is known is called a benchmark. Okay, permanent point whose reduced level is known is called benchmark. ഇനി ഡിഫൈൻ ഡിഫറൻഷ്യൽ ലെവൽ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ്. ഇഫ് യു ഹാവ് അൺനോൺ പോയിന്റ്സ്, അതിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്, അതാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. ഇറ്റ് ഈസ് ഡൺ ടു ഡിറ്റർമിൻ ദ റെഡ്യൂസ് ലെവൽസ് ഓഫ് സ്റ്റേഷൻസ് ഇഫ് ഓൾ ദ സ്റ്റേഷൻസ് ആർ നോട്ട് വിസിബിൾ ഫ്രം എ സിംഗിൾ സെറ്റപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. Last question, setting the essential parts of a level into their true position is called. This is called a permanent adjustment. Setting the essential parts. നമുക്കറിയാം ഒരു ലെവലിനകത്ത് we have certain fundamental lines, അല്ലെ, vertical axis, axis of bubble tube and line of collimation, then crosshairs, അല്ലെ, horizontal and vertical crosshairs. So ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അതിന്റെ പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ, അതിന്റെ ട്രൂ പൊസിഷനിൽ ഇരുന്നിട്ട് മാത്രമേ നമ്മൾ സർവേ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതിലെന്തെങ്കിലും ആ ഫണ്ടമെന്റൽ ലൈൻസ് തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഇസ് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്, ഇങ്ങനെയുള്ള, ആൻഡ് വെർട്ടിക്കൽ ക്രോസ് ഹെയർ ഷുഡ് ബി ട്രൂലി വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഷുഡ് ബി ട്രൂലി ഹൊറിസോണ്ടൽ. ഈ റിലേഷൻസിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്? ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി ഡൺ അറ്റ് എവറി സെറ്റപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അല്ലെ, ഇൻസ്ട്രുമെന്റ് വെക്കുന്ന ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ സെറ്റിംഗ് അപ്പ്, ലെവലിംഗ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ് ബൈ ഫോക്കസിങ് ദ ഐ പീസ് ആൻഡ് ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ്. ഇതാണ്
ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. ഇപ്പൊ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി ഡൺ അറ്റ് എവറി സെറ്റപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ ആൻസർ വിൽ ബി ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. Setting the essential parts of a level into their true position, that is called as permanent adjustment. Okay, thank you.